بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവിന്റെ ദീൻ നന്നായി മനസ്സിലാക്കുകയും അതിനോട് കൂറു പുലർത്തി മുത്തഖികളായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എല്ലാ ഓരോരുത്തരോടും ആമുഖമായി ഉപദേശിക്കും. വമാ അൻഫഖ്തും മിൻ നഫഖ ഔ നദർതും മിൻ നദർ ഫഇന്നല്ലാഹ യഅലമു. നിങ്ങൾ ഏതൊരു സമ്പാദ്യം ചെലവഴിച്ചാലും നിങ്ങൾ ഏതൊരു നേർച്ച നടന്നാലും തീർച്ചയായും അള്ളാഹു അത് അറിയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 270 ആയത്താണ്. അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു അത് കേവലം അറിയുക മാത്രമല്ല, അതിന് അർഹമായ പ്രതിഫലം നൽകും. ലോകമാന്യത്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അതിന് ശിക്ഷയും നൽകും. അള്ളാഹു അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രതീക്ഷയും താക്കീതുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സമ്പാദ്യങ്ങൾ ചെലവഴിക്കുന്നത്, സ്വതക്ക നൽകുന്നത്, അത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രമായിരിക്കും. ഹറാമിലാണ് ചെലവഴിക്കുന്നതെങ്കിൽ, ധൂർത്തടിക്കാനാണ് ചെലവാക്കുന്നതെങ്കിൽ അത് റബ്ബ് അറിയുന്നു എന്ന് പറഞ്ഞാൽ റബ്ബ് അത് പിടികൂടുകയും അതിൻ്റെ പേരിൽ വിചാരണ നടത്തുകയും ശിക്ഷ നൽകുകയും ചെയ്യും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് നാം ചെലവഴിക്കുന്നത് സദഖയാണെങ്കിൽ, സക്കാത്താണെങ്കിൽ അത് അള്ളാഹു കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ നിയ്യത്ത് തിരിച്ചറിയുകയും പൂർണ്ണമായ പ്രതിഫലം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ദാനത്തെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് നേർച്ചയും. ഇന്ന് നേർച്ച എന്ന് പറയുമ്പോഴേക്ക് ആനയാണ് ആളുകളുടെ മനസ്സിൽ. ആനയും അമ്പാരിയും ആണും പെണ്ണും എഴുകിച്ചേരലും മരണക്കിണറും ഡാൻസും പാട്ടും മ്യൂസിക്കും പരസ്യവും ഇതെല്ലാം കൂടി കൂടിയാൽ നേർച്ചയായി. ഇതര മതവിശ്വാസികൾ പോലും ഇസ്ലാമിന്റെ നേർച്ചയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പെട്ടിവരവും ജാറം മൂടലും ചാക്ക് കണക്കിന് അരി അത് ജാറത്തിലേക്ക് കൊണ്ടുപോകലും ഇതൊക്കെയാണ് നേർച്ച എന്ന് കരുതി. ചില ആളുകൾ അതിൽ വൈകാരികത കാണിക്കും. എന്ത് പാവപ്പെട്ട എത്ര ആൾക്കാർക്ക് അരി കിട്ടുന്നുണ്ട്, ഒരുപാട് പാവങ്ങൾക്ക് അരി കിട്ടാൻ വേണ്ടി ആ ജാറത്തിലെ നേർച്ച കാരണമാകുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ അതിനെ തള്ളിപ്പറയുന്നത്? ഒരിക്കലും പാവങ്ങളായ ആളുകൾക്ക് സദഖ കൊടുക്കുന്നതോ അരി കൊടുക്കുന്നതോ ഇസ്ലാം വിലക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു പുണ്യം, ഒരു സദഖ, ഒരു നഫഖത്ത്, അതിന്റെ പുണ്യം കളയാനാണ് ഇബ്ലീസ് ശ്രമിക്കുന്നത്. അത് റബ്ബിന്റെ റിള, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിനെ നേരിൽ കാണണം, അവൻ നമുക്ക് പ്രതിഫലം തരണം, അവൻ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇതൊരു കാരണമാക്കി തീർക്കണം എന്ന നിലക്ക് പാവങ്ങൾക്ക് അരി വിതരണം ചെയ്യുന്നതിനു പകരം അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടിയ ഒരുത്തനുണ്ട്, ഒരു ശൈഖുണ്ട്, ഒരു വലിയുണ്ട്. അള്ളാഹുവിനെ മറന്ന് ആ സ്ഥാനത്ത് ആ വലിയനെ കൊണ്ടുവന്നു. ആ വലിയന്റെ പൊരുത്തം കിട്ടണം.
എന്നിട്ട് ആ വലിയ റബ്ബിനോട് പറയണം, അതുകൊണ്ട് വലിയന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ അരി ചാക്ക് കണക്കിന് നേർച്ചയാക്കുന്നു. ശൈത്താൻ അതിന്റെ കൂലി മാറ്റിയോ? ലക്ഷ്യത്തിലെ ശിർക്കാണത്. ഇബാദത്തിലും ശിർക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ ഏതാണോ ലക്ഷ്യം വെക്കേണ്ടത് ആ ലക്ഷ്യത്തിലും ശിർക്കുണ്ട്. അള്ളാഹുവിന്റെ വജ്ഹല്ലാതെ മറ്റൊരു ലക്ഷ്യവും നമ്മുടെ ഒരു നേർച്ചക്കും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ എന്തോന്ന് ജനങ്ങളെ ആകർഷിക്കാവുന്ന ഒരു നല്ല കാര്യം അവിടെ വെക്കുകയും ബാക്കിയൊക്കെ ചുറ്റിപ്പറ്റി ഹറാമുകളും കുഫറും ശിർക്കും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന മുശ്രിക്കുകളുടെ, ബഹുദൈവാരാധകരുടെ, അഹ്ലി കിതാബിന്റെ, യഹൂദ ക്രിസ്ത്യാനികളുടെ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളുടെ, അത്തരം ആളുകളുടെ നേർച്ചകളാണ് ഇന്ന് ഇസ്ലാമിന്റെ നേർച്ചയായിട്ട് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നേർച്ച എന്ന് പറയുമ്പോഴേക്കും എല്ലാ മതത്തിലും നേർച്ചയുണ്ട്, മുസ്ലിങ്ങൾക്കും തത്തുല്യമായ നേർച്ചയുണ്ട് എന്നാണ് കരുതുക. അപ്പൊ ഇസ്ലാമിലെ നേർച്ച എന്താണ്? യഥാർത്ഥത്തിൽ അനാചാരങ്ങളാകുന്ന നേർച്ച എന്താണ്? അത് രണ്ടും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പാമരന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഇസ്ലാമിൽ നേർച്ചയുണ്ടോയെന്ന് വെച്ചാണ്ട് അതിലപ്പോൾ ഞാൻ ഓതിയായത്ത്, നിങ്ങൾ നേർച്ച നേർന്നാൽ അത് അള്ളാഹു അറിയും. അറിയുമെന്ന് മാത്രമല്ല, അള്ളാഹു അതിനെ പ്രശംസിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ. പുണ്യവാന്മാർ കർപ്പൂരത്തിന്റെ കലർപ്പുള്ള സവിശേഷമായ പാനീയ ചഷകങ്ങളിൽ നിന്ന് അവർ കുടിച്ചുകൊണ്ടിരിക്കും. ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അള്ളാഹുവിന്റെ അടിമകൾ വെള്ളം കുടിക്കുന്ന ഒരു അരുവിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അള്ളാഹുവാണ് അവർക്ക് പൊട്ടിയൊഴുക്കി കൊടുത്തത്. എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ അരുവിയിൽ നിന്ന് പരിശുദ്ധമായ പവിത്രമായ രുചികരമായ പാനീയം കുടിക്കാൻ അവർക്ക് അവസരം ലഭിച്ചത്? യൂഫൂന ബിന്നദർ, അവർ നേർച്ച നിറവേറ്റുന്നവരാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നവരാണ്. ആ ദിവസത്തിന്റെ ഷർറ്, ദോഷമെന്ന് പറഞ്ഞാൽ അത് എല്ലാ ഭാഗത്തുകൂടെയും മുഴുകി പിണയുന്നതാണ്. എല്ലാ ഭാഗത്തും നമുക്ക് നാശവും സങ്കടവും വേദനയും അപകടവും മാത്രം നൽകുന്ന ശിക്ഷയുണ്ട് നാളെ പരലോകത്ത്, നരകത്തിന്റെ ദിവസം. ആ നരക ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ദിവസം തീർച്ചയായും അതിനെ പേടിച്ചുകൊണ്ട് തൗഹീദിൽ പവിത്രമായി ഇസ്ലാമിക ജീവിതം നയിക്കുകയും അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർന്ന നേർച്ചകൾ നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് സ്വർഗീയമായ പാനീയമുണ്ട് എന്ന് സൂറത്തു ദഹർ 5 മുതൽ 7 വരെയുള്ള ആയത്തുകൾ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, സുമ്മൽ യഖ്ലൂ തഫതഹും, അവർ മാലിന്യങ്ങൾ നീക്കട്ടെ, വൽയൂഫൂ നുദൂറഹും, അവർ അവരുടെ നേർച്ചകളൊക്കെ പൂർത്തിയാക്കട്ടെ, വല്യതവഫൂ ബിൽ ബൈത്തിൽ അതീഖ്, പുരാതനമായ കഅബാലയത്തെ അവർ തവാഫ് ചെയ്യട്ടെ. നേർച്ചകൾ പൂർത്തിയാക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. ഏത് നേർച്ച, എന്താണ് നേർച്ച, ഈ കാര്യങ്ങളെപ്പറ്റി പലരും നേർച്ച എന്ന് പറയുമ്പോഴേക്കും ആ കൊടിയുയർത്തലും പെട്ടിവരവും മാർക്കറ്റിലൂടെ ആണും പെണ്ണും തെണ്ടി നിറങ്ങലും ഇതാണ് നേർച്ച. പിന്നെ കുറെ അതുമായി ബന്ധപ്പെട്ടുള്ള കളിപ്പാട്ടങ്ങളും മുട്ടായി ബലൂണും ഇതൊക്കെ ചേർന്ന നേർച്ചയായി. യഥാർത്ഥത്തിൽ ഇതാണോ നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് നേർച്ച? ഇമാം അസ്ഫഹാനി റഹിമഹുല്ല ഖുർആനിലെ സാങ്കേതിക പദങ്ങളെ വിശദീകരിക്കുന്ന തന്റെ കൃതിയിലെ മുഫ്രദാത്തു അൽഫാദിൽ ഖുർആൻ എന്ന തന്റെ കൃതിയിൽ അദ്ദേഹം നദർ, യൂഫൂന ബിൻ നദർ എന്ന് പറഞ്ഞല്ലോ. എന്താണ് നേർച്ച? അദ്ദേഹം പറഞ്ഞു, അൻ തൂജിബ അലാ നഫ്സിക മാ ലൈസ ബിവാജിബ് ലിഹുദൂസി അംരി. നിനക്ക് വാജിബല്ലാത്ത ഒരു കാര്യം അതുണ്ടാകുന്നതിന് വേണ്ടി നീ അത് നിർബന്ധപൂർവ്വം ചെയ്തു കൊള്ളാം എന്ന് തീരുമാനിക്കുന്നതാണ് നേർച്ച. സുന്നത്തായ ഒരു കാര്യം ഞാൻ എന്തായാലും ചെയ്യുമെന്ന് തീരുമാനിക്കലാണ് നേർച്ച. സുന്നത്താണ്, ഫർളല്ല, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമില്ല. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ എന്തായാലും ചെയ്യുമെന്നൊരാൾ തീരുമാനിച്ചു. എന്നുവെച്ചാൽ ഇന്ന് ജുമാക്ക് ഞാൻ നേരത്തെ എത്തും എന്നൊരാൾ തീരുമാനമെടുത്തു, ഇത്ര മണിക്കെത്തും. അതൊരു നേർച്ചയാണ്. നേരത്തെ എത്തുന്നത് സുന്നത്താണ്, വാജിബല്ല. വാങ്ങിക്കൊടുക്കുന്നതിന് ഒട്ടും മുമ്പ് എത്തനാണ് വാജിബായിട്ടുള്ളത്. നേരത്തെ എത്തിയാൽ പുണ്യമാണ്, കൂടുതൽ പ്രതിഫലമുണ്ട്. പക്ഷെ ഒരാൾ പറയാണ്, ഞാൻ ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ ഇത്ര സമയത്തോളം ഞാൻ പള്ളിയിലെത്തും. അയാൾ അങ്ങനെ ഒരു നേർച്ച നേർന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കത് വാജിബായി. എല്ലാവർക്കും വാജിബല്ല. നമ്മളൊരു കാര്യം നേർന്ന എല്ലാവരും ഞാൻ തിങ്കളാഴ്ചയും നോമ്പെടുക്കും. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്. അല്ലെങ്കിൽ ഞാൻ അടുത്ത തിങ്കളാഴ്ച നോമ്പെടുക്കും, സുന്നത്താണ് തിങ്കളാഴ്ച നോമ്പ്. ഞാനത് നോമ്പെടുക്കുമെന്ന് നേർച്ചയാക്കിയപ്പോൾ എനിക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ ഫർദ് നോമ്പ് പോലെയാണ്. പിന്നെ അത് ഒഴിവാക്കിയാൽ കുറ്റം കിട്ടും. അപ്പൊ സുന്നത്തായ അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ ഒരു പ്രവർത്തനം അത് നിർബന്ധമായും ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. ഞാൻ പള്ളിയിലേക്ക് ഒരു മുസ്ഹഫ് നേർച്ചയാക്കി എന്നാൽ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് ഖുർആൻ ഓതാൻ മുസ്ഹഫ് വേണം. ആരാണോ പള്ളിയിലേക്ക് ആ മുസ്ഹഫ് കൊടുക്കുന്നത്, തീർച്ചയായിട്ടും ആ മുസ്ഹഫിൽ എത്ര ആൾ ഖുർആൻ ഓതിയാലും അയാൾക്ക് ഓതാൻ വേണ്ടി ആ മുസ്ഹഫ് അവിടെ വെച്ചതിന്റെ കൂലി ആ വെച്ച ആൾക്ക് ഉണ്ടാവുന്ന ഉറപ്പാണ്.
അതൊരു പുണ്യപ്രവർത്തനമാണ്. അത് വെച്ചിട്ടില്ല എങ്കിൽ ശിക്ഷയൊന്നും വരാൻ പോകുന്നില്ല. ഒരാൾ ഞാൻ പള്ളിയിലേക്ക് ഒരു മുസ്തഫ് നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സുന്നത്തായ കാര്യം ഞാൻ നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളത് വെച്ചിരിക്കും, പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പഴുതില്ല. അതാണ് നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ നേർച്ച നേരാതെ ഈ കാര്യം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നേർച്ച നേർന്നുകൊണ്ട് ഈ കാര്യം ചെയ്താൽ പ്രത്യേകിച്ച് വല്ല പ്രതിഫലവും ഉണ്ടോ? അതൊന്നുമില്ല. ഒരാൾ പള്ളിയിൽ മുസ്തഫ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ മുസ്തഫ് സംഘടിപ്പിക്കുക, കൊണ്ടുപോയി കൊടുക്കുക. ഓതാനുള്ള സംവിധാനത്തിൽ അത് പള്ളിയിൽ ഉണ്ടായിരിക്കുക, തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും. നേർച്ചയാക്കിയിട്ടില്ലെങ്കിലും അയാൾക്ക് അതിന്റെ പൂർണ്ണമായ പ്രതിഫലമുണ്ട്. നേർച്ചയാക്കിയാലും അയാൾക്ക് പ്രതിഫലമുണ്ട്. നേർച്ചയാക്കിയാൽ പിന്നെ എന്താ പ്രശ്നം? അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ട് നേർച്ചയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഹുക്മ് കറാത്താണ്. കാരണം നേർച്ചയാക്കി കഴിഞ്ഞാൽ അവൻ ഭാരമാവും. ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുമെന്നൊരാൾ നിയത്ത് വെച്ചാൽ അയാൾക്ക് അസുഖം വരുന്ന ദിവസങ്ങൾ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് പ്രായം ചെന്ന് നോമ്പെടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വന്ന് എന്ത് ചെയ്യും? ഭാരം വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചത് നേർച്ചയാക്കുന്നത് ഇസ്ലാം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നേർച്ച എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ഞാൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഹലാലായതോ സുന്നത്തായതോ ആയ ഏതൊരു കാര്യവും നമുക്ക് നേർച്ചയാക്കാം. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്തായ കാര്യമാണ്. അത് ഞാൻ ചെയ്യും, ഞാൻ ഇന്ന് 10 ആൾക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വാജിബായി. എല്ലാവർക്കും അറിയാം. ഇതിനാണ് നേർച്ച. ഇതിനെന്തിനാണ് ആനയും അമ്പാരിയും? ഇതിനെന്തിനാണ് പെട്ടിവരവ്? ഇതിനെന്തിനാണ് കൊടി ഉയർത്തുന്നത്? ഇസ്ലാമിൽ ഇതല്ലാത്ത മറ്റൊരു നേർച്ചയുമില്ല. വ്യക്തിനിഷ്ഠമായി നമ്മൾ ചെയ്യുന്ന സുന്നത്തായ പ്രവർത്തനങ്ങൾ അത് എന്തായിരുന്നാലും ഞാൻ ചെയ്യുമെന്നൊരാൾ തീരുമാനമെടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. അല്ലാതെ ആണും പെണ്ണുമൊക്കെ മാർക്കറ്റിൽ പിന്നെ ഒരുമിച്ച് തെണ്ടി നിരങ്ങുന്ന ഏർപ്പാടിനല്ല. ഏതെങ്കിലും ജാറത്തെയോ മയ്യത്തിനെയോ ചുറ്റിപ്പറ്റി കറങ്ങി വ്യത്യസ്തമായ ഏർപ്പാടുകൾ നടത്തുന്നതിനെയല്ല നേർച്ച എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നേർച്ച എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും വിചാരിച്ച് ഇതാ നേർച്ച. ജാറത്തിൽ പോയിട്ട് ഉത്സവം നടത്തലാണ് നേർച്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന 13 ദിവസങ്ങൾ അദ്ദേഹം രോഗശയ്യയിലായിരുന്നു, വേദനയിൽ. ചില ദിവസങ്ങളിൽ അദ്ദേഹത്തിന് തൊട്ടടുത്താണ് വീടെന്നിൽ എങ്കിൽ പോലും പള്ളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. ആയിഷാബിയുടെ മുറി പള്ളിയിൽ തൊട്ടടുത്താണ്. അവിടെ നിന്ന് പോലും അദ്ദേഹത്തിന് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാൻ പറ്റാത്തത്രയും വിഷമകരമായ രോഗം അദ്ദേഹത്തിനുണ്ടായി. നല്ല വേദനയുണ്ടായി, ഇടയ്ക്ക് ബോധക്ഷയമുണ്ടായി. അതിനിടയിൽ ആരോഗ്യമുള്ള സമയത്തൊക്കെ അദ്ദേഹം പള്ളിയിൽ വന്നു. ചില ദിവസങ്ങൾ അദ്ദേഹത്തിന് ഇരുന്ന് നിസ്കരിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാം സംഭവിച്ചപ്പോഴും നമ്മൾ മനസ്സിരുത്തേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായ ദിവസങ്ങളിൽ താക്കീത് ചെയ്ത വിഷയം എന്താണെന്നറിയാമോ? കഴിഞ്ഞുപോയ നബിമാർ അവർ മരണപ്പെട്ടതിന് ശേഷം സംഭവിച്ച ചില ദുരന്തങ്ങളുണ്ട്. അത് എന്റെ കാര്യത്തിൽ സംഭവിക്കുമോ എന്ന് നബിക്ക് നല്ല പേടിയുണ്ട്. മരിക്കാൻ കാലത്ത് എന്താ? നബിമാര് മരണപ്പെട്ടതിന് ശേഷം അവരുടെ കാര്യത്തിൽ അതിര് കവിഞ്ഞു. അവരുടെ കാര്യത്തിൽ അതിര് കവിയുകയും ആ അമ്പിയാക്കളുടെ മക്ബറകൾ കെട്ടി ഉയർത്തുകയും ആ അമ്പിയാക്കളോട് വിളിച്ചു തേടുകയും ചിലരൊക്കെ അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നിടത്തേക്ക് അതിര് കവിച്ചിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ ആഹ്വാനങ്ങളാണ് ഈ ദിവസത്തിൽ നടത്തിയിട്ടുള്ളത്. ലാ തുറൂനി കമാ തുറത്തിൻ നസ്വാറ ഇബ്നു മറിയം. ഇബ്നു മറിയമിനെ നസ്വാറാക്കൾ അമിത പ്രശംസ നടത്തിയതുപോലെ നിങ്ങൾ എന്നെ അമിത പ്രശംസ നടത്തരുത്. ഞാനെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലും മാത്രമാണ്. ക്രൈസ്തവർ ഈസാ നബിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഇനങ്ങൾ ഈസാ നബിക്ക് കൊടുക്കാൻ തുടങ്ങി. എനിക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നൊരു അവസരം ഉണ്ടാവരുതെന്നാ പറഞ്ഞു. എന്നെ അള്ളാഹുവിന്റെ പുത്രൻ എന്ന് വിളിക്കരുത്. അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽപ്പെട്ട അവകാശങ്ങൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക, പാപം പൊറുക്കുക, നരകമോചനം തരിക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്നിൽ നിങ്ങൾ ഏൽപ്പിക്കരുത്. എനിക്ക് അത് കഴിയുമെന്ന വിശ്വാസത്തിൽ മുഹമ്മദ് നബിയെ എന്റെ പാപം പൊറുക്കണേ, മുഹമ്മദ് നബിയെ നരകമോചനം തരണേ, ഹിദായത്ത് തരണേ എന്നിങ്ങനെ പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് പറഞ്ഞത്. അതാണ് നിങ്ങൾ അമിത പ്രശംസ നടത്തരുത് എന്ന് പറഞ്ഞാൽ. പിന്നെ നബി പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അള്ളാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വസനാക്കരുതേ. സ്വനമെന്ന് പറഞ്ഞാൽ സാധാരണ ജീവനുള്ള വസ്തുക്കളുടെ പ്രതിമ ഉണ്ടാക്കി വെക്കുന്നതിന് സ്വനമെന്ന് പറയും. ജീവനുള്ളതല്ലാത്ത മക്ബറകൾ പോലെ ആരാധിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾക്കാണ് വസന് എന്ന് പറയുക. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഖബറാക്കരുതേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. എന്താ ഖബറിന്റെ അരികിലുള്ള ആരാധന? വിഗ്രഹത്തിന്റെ അരികിൽ ബഹുദൈവാരാധകരായ ആളുകൾ ഏതെല്ലാം വിശ്വാസത്തോടുകൂടി ഏതെല്ലാം കാര്യങ്ങളാണോ പ്രവർത്തിക്കുന്നത്, തത്തുല്യമായ വിശ്വാസവുമായി മക്ബറയിൽ മറമാടപ്പെട്ട ആളുകൾ, മഹാനാകട്ടെ, ബീവിയാകട്ടെ, ബാബയാകട്ടെ, ആരുമാകട്ടെ, അവരുടെ ഖബറിങ്കൽ വന്ന് അതേ വിശ്വാസത്തോടുകൂടി അതേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അതായത് വിഗ്രഹങ്ങളെ സംബന്ധിച്ച് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിന്റെ ആധാരം ഇതാണ്. ഈ വിഗ്രഹങ്ങൾ മഹാന്മാരെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ മലക്കുകളെ പ്രതിനിധീകരിക്കുന്നു. നമ്മൾ ഈ വിഗ്രഹങ്ങൾക്ക് നേർച്ച നേരുമ്പോൾ, അവരുടെ പേരിൽ സത്യം ചെയ്യുമ്പോൾ,
അവരോട് ദുആ ചെയ്യുമ്പോൾ, ഇസ്തിഗാസ ചെയ്യുമ്പോൾ ആ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന അക്കാബിർ മഹാന്മാർ അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യും. അതാണ് ഖുർആൻ വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഈ ഇലാഹുകൾ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യും. അല്ലാതെ ഇവരാണ് യഥാർത്ഥ അള്ളാഹു എന്നോ, ഇവരാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നോ, ഇവരാണ് പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് എന്നോ, ഇവരാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത് എന്നോ ഒന്നും അവർ വിശ്വസിക്കുന്നില്ല. അതൊക്കെ റബ്ബ് തന്നെ. ആരാണ് പ്രപഞ്ചം സൃഷ്ടിച്ച റബ്ബ്? നിയന്ത്രിക്കുന്ന ആരാ റബ്ബ്? ജീവൻ നൽകുന്ന ആരാ റബ്ബ്? മരിപ്പിക്കുന്ന ആരാ റബ്ബ്? ഇതൊക്കെ അള്ളാഹു ആണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ആരാധനയുടെ ഇനങ്ങൾ, നേർച്ചയും പ്രാർത്ഥനയും ഇസ്തിഗാസയും ബലിയും തുടങ്ങി അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്തിന്റെ ഇനങ്ങൾ അള്ളാഹുവിനും അവർ കൊടുക്കും. ആ കൂട്ടത്തിൽ അവരെന്ത് ചെയ്യും? ഈ ഔലിയാവിനും കൊടുക്കും, അഥവാ ശുഫാഇന് കൊടുക്കും, ശുപാർശകർ. ഇവർ ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത്, നേർച്ച, ഇവരുടെ പേരിൽ നേർച്ച, ശേഖന്റെ പേരിൽ നേർച്ച. നമ്മുടെ നാട്ടിൽ മമ്പറങ്ങളുടെ പേരിൽ നേർച്ചയുണ്ട്, അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിൽ നേർച്ചയുണ്ട്, അല്ലെ? പലരും നേർച്ചക്കാരെന്നാ പറയുന്നത് ചെയ്യാം. ഈ ഔലിയാക്കന്മാരെ പറ്റി എന്താ പറയല്? നേർച്ചക്കാരെന്ന് പറയാം. എന്താ? അവർക്കാണ് നമ്മൾ നേർച്ച കൊടുക്കേണ്ടത്. അഊദുബില്ലാ. നേർച്ച ഒരു ഇബാദത്താണ്. ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അത് ഏതൊരിടത്തേക്ക് മൂന്നാക്കൽ പള്ളിയിലേക്ക് നേർച്ച നേർന്നാലും ശരി, മൂന്ന് പെറ്റുമ്പയുടെ അരികിലേക്ക് നേർച്ച നേർന്നാലും ശരി, അച്ചിപ്രത്തങ്ങളുടെ ജാറത്തിലേക്ക് നേർച്ച നേർന്നാലും, ഹമ്പ് ദൈവങ്ങൾക്ക് നേർച്ച നേർന്നാലും, എവിടെയാണെങ്കിലും നമ്മുടെ നേർച്ചകൾ ഏതെങ്കിലും മയ്യത്തുകളുടെ മുന്നിൽ മറമാടപ്പെട്ട മക്ബറകളിലേക്ക്, ജാറങ്ങളിലേക്കാണെങ്കിൽ, എത്ര പാവങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പുണ്യപ്രവർത്തനമാണെങ്കിലും റബ്ബ് അത് സ്വീകരിക്കുകയില്ല. അത് ഇബ്ലീസാണ് സ്വീകരിക്കുക. ഇബ്ലീസിന് വേണ്ടിയുള്ള ഇബാദത്താണ്. ഇബ്ലീസ് എങ്ങനെയാണ് സമർത്ഥമായി ഈ ഉമ്മത്തിനെ വഴിതെറ്റിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകും നോക്കൂ. നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾ പോലും കരിച്ചു കളയാണ്. നീ ശിർക്ക് ചെയ്താൽ നിന്റെ അമൽ പൊളിഞ്ഞു പോകും. അപ്പൊ നമ്മൾ അമൽ ചെയ്യുന്നുണ്ട്, കൂടെ ശിർക്കുമുണ്ട്. അള്ളാഹുവിന് ചെയ്യേണ്ടത് സൃഷ്ടികൾക്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഈ രീതി നമ്മൾ തിരിച്ചറിയണം. പിന്നെ കാലക്രമേണ അതിലേക്ക് ജനങ്ങളെ ആകർഷിക്കാനും കോടികളുടെ വരുമാനം കിട്ടുന്ന അത്തരം ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കാനും വേണ്ടി ഒരുപാട് ഹാവഭാവങ്ങൾ, എക്സ്ട്രാ ഫിറ്റിങ്സുകൾ വന്നു. അങ്ങനെയാണ് ആന വന്നത്, അമ്പാരി വന്നത്. കേവലം ആളുകളുടെ ജീവൻ മാത്രമല്ല, നമ്മുടെ ഈമാനും നമ്മുടെ സമ്പത്തും കൊള്ളയടിക്കുന്ന പുരോഹിത വർഗമാണ് ഈ തമ്മാടിത്തത്തിനും തോന്നിവാസത്തിനും റബ്ബിന്റെ മുന്നിൽ ആദ്യം മറുപടി പറയേണ്ടി വരിക എന്ന് നമ്മൾ മനസ്സിലെത്തിക്കൊള്ളുക. പണ്ഡിതന്മാർക്ക് ബാധ്യതയില്ലേ? ആണും പെണ്ണും ഇടപഴകുന്ന ഹറാമാണ്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻ. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടു. ഖുർആനും പറഞ്ഞു, ഹദീസും പറഞ്ഞു, ഒരു ജനതയോട് സാദൃശ്യം പുലർത്തരുത്. ആനയും അമ്പാരിയുമായുള്ള ഉത്സവങ്ങൾ ആരുടേതാണ്? അത് ഇവിടുത്തെ ശിർക്കന്മാരുടേതാണ്, ബഹുദൈവാരാധകരുടേതാണ്, നസാറാക്കളുടേതാണ്, യഹൂദികളുടേതാണ്. അവരുടെ ആചാരങ്ങളും ഉത്സവങ്ങളും മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ശിയകളിലൂടെ കടന്നു വന്നിരിക്കുന്നു, അവർ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര തെറ്റാണ്! ഒരു നേർച്ച എന്ന് പറഞ്ഞാൽ നേർച്ച നടത്താൻ ഒരു തെറ്റ് മാത്രമല്ല, പലർക്കും അവിടെ കൃത്യമായ നിസ്കാരം പോലുമില്ല. പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നുണ്ടാവും, ജമാഅത്ത് നടക്കുന്നുണ്ടാവും. ബഹുജനങ്ങൾ മുഴുവൻ നേർച്ചയുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ മാർക്കറ്റിലാണ്. അങ്ങാടി എന്ന് പറഞ്ഞാൽ എന്താ? ഇബ്ലീസ് മുട്ടയിടുന്നതും വിരിയിക്കുന്നതും മാർക്കറ്റിലാണ് എന്ന് ഹദീസുണ്ട്. ഇബ്ലീസ് കൊടി നാട്ടുന്നതും മാർക്കറ്റിലാണ് എന്ന് ഹദീസുണ്ട്. നിങ്ങൾ ആദ്യമായി മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയും അവസാനമായി ഇറങ്ങുകയും ചെയ്യുന്നവരാകരുത് എന്നും ഹദീസുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് പള്ളികളും അള്ളാഹു ഏറ്റവും വെറുക്കുന്ന സ്ഥലം മാർക്കറ്റുകളുമാകുന്നു എന്ന് ഹദീസുണ്ട്. പക്ഷേ നേർച്ചയുടെ പ്രധാനപ്പെട്ട താവളം എവിടെയാണ്? മാർക്കറ്റ്. മനസ്സിലായില്ലേ? പിന്നെ ഈ ആരാധനാ കേന്ദ്രങ്ങൾ, ഹറാമിന്റെയും ഷിർക്കിന്റെയും കേന്ദ്രങ്ങളാണ് മുസ്ലിം ഉമ്മത്ത്, ആണും പെണ്ണും. ഇന്ന് മതവ്യത്യാസം പോലുമില്ല, എല്ലാവരും ഇങ്ങനെ അതിന് സ്വാഭാവികമായിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ഭൗതികമായ ചില പ്രയാസങ്ങളോ ദുരന്തങ്ങളോ മാത്രമല്ല, പണ്ഡിതന്മാർക്ക് ബാധ്യതയില്ലേ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ? ഇത് ഇസ്ലാമിന്റെ പേരിലാണ്, പള്ളികളുടെ പേരിലാണ്, ഇസ്ലാമികമായ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും പേരിലാണ് നമ്മുടെ നാട്ടിൽ ഉറൂസും ഉത്സവങ്ങളും പൂരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന് ഇവിടുത്തെ പണ്ഡിതന്മാർ വ്യക്തമായി ചൂണ്ടിക്കാട്ടേണ്ടതില്ലേ? പണ്ഡിതന്മാരുടെ ഒത്താശയില്ലാതെ ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റുമോ? എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും തോന്നിവാസങ്ങളോ ഒക്കെ ഉണ്ടായാൽ ചിലർ പറയും ഞങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തരും ചെയ്ത് തോന്നിയാസാണ്. ഇതാരാ തടയേണ്ടത്? അംറും ബിൽ മഅറൂഫ് നമ്മൾ ചെയ്യണ്ടേ? നഹീൻ അൽ മുൻകർ നമ്മൾ നടത്തണ്ടേ? അത് നടത്തേണ്ട ചുമതല നിർവഹിക്കാതെ കേവലം വ്യാപാരത്തിന്റെ ഒരു ബിസിനസിന്റെ കേന്ദ്രമായി മാറുകയും ബിസിനസിനപ്പുറത്ത് നമ്മുടെ ഈമാനും കൂടി കൊള്ളയടിക്കുകയും ചെയ്യുന്ന അപകടകരമായ പ്രവർത്തനമായി ജാറദർഗ വ്യവസായം അധപ്പതിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. നേർച്ച എന്ന് പറഞ്ഞാൽ ഓരോ മുമ്പിനും പുണ്യം കിട്ടുന്ന കാര്യമാണ്. നല്ല കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുക എന്ന നമ്മുടെ തീരുമാനത്തിന്റെ പേരാണ് നേർച്ച. അത് നമ്മൾ പൂർത്തിയാക്കേണ്ടതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻസറു, നിങ്ങൾ നേർച്ച നേരണ്ട, നിങ്ങൾ ആ പ്രവർത്തനം ചെയ്താൽ മതി.
അത് നേർച്ചയാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നേർച്ച കൊണ്ട് ഖദറിൽ യാതൊരു പ്രയോജനവുമില്ല. അത് പിശുക്കന്മാരിൽ നിന്ന് ചില ധനം പുറത്തു കൊണ്ടുവരുമെന്ന് മാത്രമേ ഉള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് നിവേദനം, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള നിങ്ങൾ നേർച്ച നേരണ്ട. ഇത് ഈ അനുവദിക്കപ്പെട്ട നേർച്ചയെ കുറിച്ച് റസൂൽ പറയാ, ഞങ്ങളെ വിലക്കാൻ തുടങ്ങി, തന്നെ കറാഹത്താണത് എന്നർത്ഥം. റസൂൽ പറഞ്ഞു, ഇന്നഹു ലാ യറുദ്ദു ശൈആ, നേർച്ച യാതൊന്നിനെയും തടയുകയില്ല. വൈന്നമാ യസ്തഖ്റജു ബിഹി മിനശ് ശഹീഹ്, പിശുക്കന്മാരിൽ നിന്ന് ധനം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നേർച്ച കൊണ്ട് ഗുണമുള്ളൂ എന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം. മുനാഫിഖിന്റെ നേർച്ചയെ പറ്റി ഖുർആൻ പറഞ്ഞത് സൂറത്ത് തൗബ 75-76 ആയത്ത്, വമിൻഹും, മുനാഫിക്കുകളിലുണ്ട്, മൻ ആഹദല്ലാഹ്, അല്ലാഹുവോട് കരാർ ചെയ്തു, ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസദ്ദഖൻ, ഞങ്ങൾക്ക് നീ ഔദാര്യം തന്നാൽ ഞങ്ങൾ സദഖ കൊടുക്കാം, വലനകൂനന്ന മിനസ് സാലിഹീൻ, ഞങ്ങൾ നന്മകൾ ചെയ്തുകൊള്ളാം. മുനാഫിക്കുകളുടെ നേർച്ചയാണ്, ഞങ്ങൾക്ക് സ്വത്ത് കിട്ടിയാൽ ഞങ്ങൾ നേർച്ച നേടും, ഞങ്ങൾ സദഖ കൊടുക്കും. മുനാഫിക്കുകൾ പിശുക്കന്മാരാണ്, സ്വത്ത് കൊടുക്കാൻ മടിയാണ്. അപ്പൊ അവരിങ്ങനെ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കൊടുക്കും. മനസ്സിലായില്ലേ? ഫലമ്മ ആതാഹും മിൻ ഫദ്ലി, ഭൂരിപക്ഷം വരുന്ന മുനാഫിക്കുകളുടെ അവസ്ഥ എന്താ? ഫലമ്മ ആതാഹും മിൻ ഫദ്ലി, അവർക്ക് അള്ളാഹു ഔദാര്യം കൊടുത്താൽ ബഖിലു ബി, അവർ പിശുക്ക് കാണിക്കും. അങ്ങനത്തെ പിശുക്കന്മാർ അവരിൽ നിന്ന് ധനം പുറത്തു വരാൻ കാരണമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ നേർച്ചയുടെ ഗുണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് അനുവദിച്ചിട്ടുണ്ട്, എന്നാൽ പ്രത്യേകം സുന്നത്താക്കിയിട്ടില്ല. ആ നിലക്കാണ് നമ്മൾ ആ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. ഇനി വിരോധിക്കപ്പെട്ട നേർച്ചകളുണ്ട്. അത് സൃഷ്ടികളുടെ പേരിൽ നടത്തുന്ന നേർച്ചകളാണ്. ജാറങ്ങളിലേക്ക് മരിച്ചവരുടെ പേരിൽ ഇത്തരം നേർച്ചകളൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുള്ളതാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. കാരണം നേർച്ച ഒരു ഇബാദത്താണ്. അള്ളാഹു അല്ലാത്ത ഒരാളുടെ പൊരുത്തത്തിനു വേണ്ടി ഇവിടെ ഉള്ളാളത്തെ കാടിൽ നേർച്ചയാക്കുന്ന, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നേർച്ചയാക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് മൂന്നാക്കിലേക്ക് അരി നേർച്ചയാക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും അള്ളാഹുവിന് വേണ്ടിയുള്ള നേർച്ചകളല്ല, നേർച്ചക്കാർക്ക് വേണ്ടി, ഔലിയാക്കൾക്ക് വേണ്ടിയുള്ള നേർച്ചകളാണ്. ഈ നേർച്ചകളൊക്കെ ഹറാമായ നേർച്ചയാണ്. മൻ നദറ അൻ യുതി അല്ലാഹ ഫൽയുതിഉഹു, ആരെങ്കിലും പുണ്യം ചെയ്യണം, അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ നേർച്ച വിടട്ടെ, അവൻ അനുസരിക്കട്ടെ. വമൻ നദറ അൻ യഅസിയഹു, ആരെങ്കിലും ഹറാമുകൾ ചെയ്യാൻ, ശിർക്കും കുഫറും ഇങ്ങനെയുള്ള ഹറാമുകൾ ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയാൽ ഫല യഅസിഹി, അവൻ അത് ആ തെറ്റ് ചെയ്യാതിരിക്കട്ടെ. ഹറാമായ കാര്യം ചെയ്യുമെന്നൊരാൾ നേർച്ചയാക്കിയാൽ അവൻ ആ നേർച്ച പൂർത്തിയാക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ഒരാൾ വെയിലത്ത് നിൽക്കും നേർച്ചയാക്കി. വെയിലത്ത് നിൽക്കുന്നതിന് ഇസ്ലാം പുണ്യമൊന്നും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ ആ നേർച്ച ഇസ്ലാം അനുവദിച്ചോ? ഇല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തണലത്തേക്ക് നിൽക്കാൻ പറ, അങ്ങനെ ഒരു നേർച്ചയില്ല. അയാൾ മിണ്ടുന്നില്ല. നീ എന്തിനാ അവിടെ നിൽക്കുന്ന വെച്ചപ്പോൾ ഭർത്താവ് വേറെ ആൾ പറയാണത് അയാൾ സംസാരിക്കുകയില്ല നേർച്ചയുണ്ട്. മിണ്ടാതിരിക്കുകയില്ല എന്ന നേർച്ച ഈ ഉമ്മത്തിലില്ല, കഴിഞ്ഞുപോയ ഉമ്മത്തിലുണ്ടായിരുന്നു. മുൻകഴിഞ്ഞു പോയ ഉമ്മത്തിന്റെ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് ഭക്ഷണപാനീയങ്ങളും സംസാരവും അവർ ഒഴിവാക്കേണ്ടി. അതാ നദർതു ലിറഹ്മാനി സൗമ, ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇന്ന് മിണ്ടാതിരിക്കുന്ന നോമ്പെടുക്കുമെന്ന് കാണാം. പഴയ കാലത്തെ ചില ജനതയ്ക്ക് നോമ്പിൽ ഭക്ഷണം കഴിക്കൽ മാത്രമല്ല വിരോധം, ആ ഒരു ദിവസം മിണ്ടാൻ പാടില്ല, മൗനവ്രതം ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മൗനവ്രതമല്ല. അതുകൊണ്ട് ഞാൻ മിണ്ടൂല എന്നൊരാൾ നേർച്ചയാക്കിയാൽ അത് ഹറാമായ നേർച്ചകളാണ്. ആവശ്യമുള്ള സ്ഥലത്തും നേർച്ച നേർന്നതിന് പേരിൽ ആൾ മിണ്ടാതിരുന്നാൽ അയാൾ കുറ്റക്കാരനായിട്ട് മാറും. അപ്പൊ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും നേർച്ച, എന്റെ ഭാര്യയെ തലാക്കലിൽ നേർച്ചയാക്കാം, എനിക്ക് ഈ പണി പൂർത്തിയാക്കാൻ പറ്റി, ഞാൻ എൻ്റെ ഭാര്യയെ തലാക്കലിൽ കളയും എന്നൊരാൾ നേർച്ചയാക്കി. അങ്ങനെ ആവശ്യമില്ലാത്ത കുറെ നേർച്ചകൾ. പിന്നെ ഈ ദുനിയവിയുമായി ബന്ധപ്പെട്ട് മത്സരങ്ങൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആളുകൾ ചില കാര്യങ്ങൾ നേരാറുണ്ട്. അത് അങ്ങനെ സംഭവിച്ച ഇങ്ങനെ, ഈ ടീം ജയിച്ച അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നേർച്ചയാക്കൽ, അതൊക്കെ ഹറാമായ, അള്ളാഹു അനുവദിച്ചിട്ടുള്ളതല്ലാത്ത തരത്തിലുള്ള നേർച്ചകളാണ്. ഇത്തരം നേർച്ചകളൊക്കെ മുസ്ലിങ്ങൾ ആ വഴിക്കൊന്നും പോകാൻ പാടില്ല. അപ്പം ശരിയല്ലാത്ത കാര്യങ്ങൾ നേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കണം. ആ നേർച്ച ചെയ്യാൻ പാടില്ല. പുണ്യകരമായ ഒരു പ്രവർത്തനം ചെയ്യുമെന്ന് നേർച്ചയാക്കൽ അത് നിറവേറ്റണം. നേർച്ചയെ ശരിക്കും മനസ്സിലാക്കണം. തഖ്വ, നമ്മുടെ തഖ്വ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ കുലീനത ഉയർത്തുന്ന, നമ്മുടെ പവിത്രത നിലനിർത്തുന്ന മികച്ച ഒരു ഇബാദത്താണ് നേർച്ച. എന്നാൽ ഇന്ന് ലോകത്തിന് പരിചയമുള്ള നേർച്ച എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസവും തോന്നിവാസവും ആനയും അമ്പാരിയുമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫൗസിക്കും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സിയാദ് ബിൻ ജുബൈർ അദ്ദേഹം പറഞ്ഞു, കുന്തു മഅ ഇബ്നി ഉമർ, ഞാൻ അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ കൂടെയായിരുന്നു. ഫസഅലഹു റജുൽ, അപ്പൊ ഇബ്നു ഉമറിനോട് ഒരാൾ ചോദിച്ചു. ഫഖാൽ നദർതു അൻ അസൂമ കുല്ല യൗമി സലാസ വഅർബിയ,
ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും നോമ്പ് നോൽക്കുമെന്നൊരു നേർച്ച എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും നോമ്പെടുക്കുമെന്നൊരു നേർച്ച മാഇസ്തു മരിക്കുന്നത് വരെ, ജീവിക്കുന്ന കാലത്തോളം. ഫവാഫഖ്തു ഹാദൽ യൗമൻ നഹരി, അങ്ങനെ ഞാനൊരു നേർച്ച നേർന്നിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും നോമ്പെടുക്കാറുണ്ട്. അത് സ്വയം എടുത്താണ്, തെറ്റൊന്നുമില്ല. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും നോമ്പെടുക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇപ്പൊ ഇത് യൗമുൻ നഹർ ബലിപെരുന്നാളിന് അന്നൊരു ചൊവ്വാഴ്ച വന്നു, അല്ലെങ്കിൽ ബുധനാഴ്ച വന്നു. ഫഖാല അമറല്ലാഹു ബി വഫാഇൻ നദർ, അള്ളാഹു ആണെങ്കിൽ യൂഫൂന ബിൻ നദർ, നേർച്ച പൂർത്തിയാക്കുന്നു എന്ന് സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. വനുഹീന അൻ നസൂമ യൗമൻ നഹർ, അള്ളാഹു തന്നെ ബലി പെരുന്നാളിന്റെ ദിവസം നോമ്പ് എടുക്കരുത്, പെരുന്നാളിന് നോമ്പ് എടുക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് കൽപ്പന ഒരുമിച്ച് വന്നു. പെരുന്നാളിന് നോമ്പ് എടുക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഞാനാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും നോമ്പ് എടുക്കുമെന്ന് നേർച്ച ആയിരുന്നു. ബുധനാഴ്ചയാണ് ബലിപെരുന്നാൾ വന്നത്, ഞാൻ എന്ത് ചെയ്യും? ആ ചോദ്യം. ഫഖാല മിസ്ലഹു ലാ, എന്താ റസൂൽ പറഞ്ഞു? അപ്പോൾ ഫഖാല ഇബ്നു ഉമർ പറഞ്ഞു, അമറല്ലാഹു ബി വഫാഇൻ നദർ, ശരിയാണ്, അള്ളാഹു നേർച്ച പൂർത്തിയാക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. വനുഹീന അൻ നസൂമ യൗമൻ നഹരി, അതേപോലെ എന്താണ്, ബലിപെരുന്നാളിന് നോമ്പ് എടുക്കരുത് എന്നും കൽപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ദിവസം നോമ്പെടുക്കാൻ പാടില്ല. നേർച്ച നേർന്നാൽ പോലും എന്താണ്, നമുക്ക് ആ നേർച്ച പാലിക്കാൻ പറ്റാത്ത ഒരു ദിവസത്തിൽ ഇന്ന കാര്യം ചെയ്യുമെന്ന് നേർച്ച നേർന്ന് സൂക്ഷിക്കണം, അത് പാടില്ലാത്ത കാര്യമാണോ എന്ന് പറഞ്ഞു. അതിലൊരു മാറ്റവുമില്ല. വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം അത് തന്നെ പറഞ്ഞു, അത് വിരോധിക്കപ്പെട്ട ദിവസമായതുകൊണ്ട് ആ ദിവസം നോമ്പെടുക്കാൻ പാടില്ല. നോമ്പെടുക്കൽ വിരോധിക്കപ്പെട്ട ദിവസമായതുകൊണ്ട് ആ ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്ന് കൃത്യമായി പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിലക്ക് പറഞ്ഞു കൊടുത്തത് കാണാൻ സാധിക്കും. ഇനി ഉഖ്ബത്ത് ബിൻ ആമിർ അദ്ദേഹം പറഞ്ഞു, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, കഫാറത്തുൻ നദർ കഫാറത്തുൽ യമീൻ, സത്യം ചെയ്ത ഒരാൾക്ക് അത് പാലിക്കാൻ കഴിയാതെ പോയാൽ എന്താണോ പ്രായശ്ചിത്തം, നേർച്ച നേർന്നിട്ട് അത് പാലിക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ ആ പ്രായശ്ചിത്തമല്ല. നമ്മൾ നേർച്ച നേർന്നു, തെറ്റായ നേർച്ചകളോ ഇനി ശരിയായ നേർച്ച നേർന്ന് പൂർത്തിയാക്കാൻ പറ്റാതിരുന്നു, ഒരു കാര്യം ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു, നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് യമീൻ, കഫാറത്തിന്റെ പ്രായശ്ചിത്തമാണ് കൊടുക്കേണ്ടത്. കഫാറത്തിന്റെ പ്രായശ്ചിത്തം എന്താണ് എന്ന് പിന്നെ നമ്മൾ പഠിച്ചിരിക്കണം. ഒരാൾ ഒരു യമീനിന്റെ കഫാറത്തുൽ യമീൻ, സത്യം നമ്മൾ സത്യം ചെയ്തുകൊണ്ട് തീരുമാനിച്ച ഒരു കാര്യം നിറവേറ്റാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം കൊടുക്കണം. എന്താണ് പ്രായശ്ചിത്തം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ യമീനിന്റെ കഫാറത്ത്, അതായത് സത്യം ചെയ്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല, സത്യം ലംഘിക്കേണ്ടി വന്നു, ഇപ്പൊ കഫാറത്ത് കൊടുക്കണം. 3 ദിവസത്തെ നോമ്പാണ്, 3 ദിവസത്തെ നോമ്പ്, അല്ലെങ്കിൽ 6 അഗതികൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ വസ്ത്രം. ഇതാണ് ഒരു സത്യം ലംഘിക്കപ്പെടേണ്ടി വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. 3 ദിവസം നോമ്പെടുക്കുക, അതല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക. അടിമോചനം എന്ന് ഇവിടെ അല്ല. നമുക്ക് 3 ദിവസം നോമ്പെടുക്കലോ അല്ലെങ്കിൽ 6 പാവങ്ങൾക്ക് ഭക്ഷണമോ വസ്ത്രമോ കൊടുക്കലോ ആണ് നടപ്പാവുക. ഇതേപോലെയാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ് നോമ്പ് നോൽക്കും, അല്ലെങ്കിൽ സദഖ കൊടുക്കും, ഇത്ര ആൾക്ക് ഭക്ഷണം കൊടുക്കും. അത് നേർച്ചയാക്കിയിട്ട് നമുക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പകരമായി 3 ദിവസം നോമ്പെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹറാമായ നേർച്ചകളാണെങ്കിലോ നമ്മൾ കഫാറത്ത് കൊടുക്കുകയും വേണം, ആ നേർച്ചകളിൽ നിന്ന് പിന്മാറുകയും വേണം. തെറ്റായ നേർച്ചകൾ ഉണ്ടാവുമല്ലോ, നേരത്തെ പറഞ്ഞ ഭാര്യയെ തലാഖിൽ നിന്നൊക്കെ നേർച്ചയാക്കാം. ആ ജാതിയുള്ള നേർച്ചകളൊന്നും നമുക്ക് പാടുള്ള കാര്യമല്ല. ചിലപ്പോൾ അത് പറഞ്ഞത് ചില ആളുകൾ തലാഖ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടാവില്ല, ഞാൻ എന്തായാലും ഈ കാര്യം പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒഴിവാക്കും എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി നേർച്ചയുടെ പ്രയോഗങ്ങൾ നടത്താറുണ്ട്. അതിനെ നേർച്ചയായിട്ട് പരിഗണിക്കാറില്ല, അതൊരു മോശം പ്രവർത്തനമായിട്ടാണ് പരിഗണിക്കുക, വിചാരണ ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകം പ്രായശ്ചിത്തം കൊടുക്കേണ്ടതായിട്ട് വരികയില്ല. എനിക്ക് ഈ വർഷം ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ ഞാൻ ഇന്ന രൂപത്തിൽ എന്താണ് 1000 ദീനാർ പാവങ്ങൾക്ക് കൊടുത്തുകൊള്ളാം എന്നൊരാൾ പറയാം. അയാൾക്ക് പക്ഷെ അത് കൊടുക്കാൻ സാധിക്കാതെ പോവുക. അത്തരം ഘട്ടങ്ങളിൽ അവർ നേർച്ച വീടാൻ കഴിയാത്തതിൻ്റെ പരിഹാരം, അതായത് 3 ദിവസം നോമ്പ് നോൽക്കുക എന്നതിലേക്ക് അവർ വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരു വിഷയം കൂടി നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുക. സാബിത്ത് ബിൻ ലഹ്യാഖ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചപ്പോൾ അദ്ദേഹം അഖീഖയല്ല, അഖീഖ 7ാമത്തെ ദിവസമാണല്ലോ. ഇത് മകൻ ജനിച്ച സന്തോഷത്തിന് പാവങ്ങൾക്ക് ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതൊരു ഹലാലായ നേർച്ചയാണ്, പ്രത്യേക ഒരു സുന്നത്തായ പ്രവർത്തനമല്ല. ഒരാൾ കുട്ടി ജനിക്കുമ്പം എല്ലാവർക്കും മുട്ടായി കൊടുക്കലോ മധുരം കൊടുക്കലോ ഒന്നും ഒരു സുന്നത്തായ കാര്യമല്ല, എന്നാൽ ഹറാമായ കാര്യവുമല്ല, അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. അവൻ ഇങ്ങനെ കുഞ്ഞു ജനിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യൻഹറ ഇബിലൻ ബിബുവാന ലിഅന്നഹു വുലിദ ലഹു വുലിദ ദക്കറുൻ, ഒരാൺകുട്ടി ജനിച്ചപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് ഞാൻ ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുമെന്ന് നേർച്ച നേർന്നു. അയാൾ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് നേർച്ച നേർന്നു.
ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഈ ഒട്ടകത്തരത്ത് അവിടുത്തെ ആളുകൾക്കൊക്കെ ഞാൻ ഈ മാംസം വിതരണം ചെയ്യട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ നബി രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്. അപ്പൊ അത്ത നബിയു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അരികിലേക്ക് അദ്ദേഹം ചെന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി നദർതു അൻ അൻഹറ ഇബിലൻ ബിബുവാന, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അറക്കണമെന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു, ഹൽ കാന ഫീഹിമാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ്യത്തി യുഅബദ്, അവിടെ ജാഹിലിയ കാലത്ത് ആരാധിക്കപ്പെട്ട വല്ല പ്രതിഷ്ഠയുമുള്ള സ്ഥലമാണോ, ബഹുദൈവാരാധകരുടെ കേന്ദ്രമാണോ എന്നാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഖാലൂല്ല, അല്ല. സ്വഹാബികൾ പറഞ്ഞു, അല്ല, അവിടെ അങ്ങനെയൊന്നുമില്ല. ഹൽക്കാന ഫീഹ ഈദും മിൻ അയാദിഹിം, മുശ്രിക്കുകളുടെ വല്ല ഉത്സവങ്ങളും പൂരങ്ങളും അവിടെ നടക്കാറുണ്ടോ? ഖാലൂല്ല, അവർ പറഞ്ഞില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫി ബിനദർ, ശരി, നീ നിന്റെ നേർച്ച പൂർത്തിയാക്കിക്കോളൂ, നീ നിന്റെ നേർച്ച പൂർത്തിയാക്കിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പഠിപ്പിച്ചു. ഫഇന്നഹു ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാ, ഹറാമ് ചെയ്യണം, അല്ലാഹുവിനെ ധിക്കരിക്കണം എന്ന വിഷയത്തിൽ ആരെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അയാൾ അത് പൂർത്തിയാക്കാൻ പാടില്ല. വലാ ഫീമാ ലാ യംലികു ബിനു ആദം, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത, താങ്ങാൻ പറ്റാത്ത കാര്യവും എന്താണ്, നേർച്ചയാക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്റെ ഈ അസുഖം മാറണേ, ഞാൻ ഹജ്ജ് ചെയ്യും. സാമ്പത്തികമായി സുസ്ഥിതിയില്ലാത്ത ഒരാൾ അങ്ങനെ നേർച്ചയാക്കിയിട്ട് എന്താ കാര്യം? അവനവനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നേർച്ചയാക്കുക. ചുരുക്കം ഇത്രയേ ഉള്ളൂ. സുന്നത്തായ കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് ഒരു മുസ്ലിം തീരുമാനമെടുക്കുന്നത് നല്ലത് തന്നെ. അങ്ങനെ ചെയ്തിട്ട് അവർ പൂർത്തീകരിക്കുകയാണെങ്കിൽ അവർ പ്രശംസിക്കപ്പെട്ട വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ കാഫിറുകളെ അനുകരിച്ചുകൊണ്ട് അവർ നേർച്ചകളും ഉത്സവങ്ങളും പൂരങ്ങളുമായി നടത്തുന്ന അതേ പരിപാടികൾ പുരോഹിതന്മാരുടെയും മുസ്ലിയാക്കന്മാരുടെയും ഒത്താശകളോടുകൂടി നമ്മുടെ നാട് നീളം നടന്നു പോരുന്നുണ്ട്. ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ട സമയമാണ്. നിർബന്ധമായി നമുക്ക് ബോധമുണ്ടാകണം. ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പൗരോഹിത്യത്തെ നമ്മൾ ചോദ്യം ചെയ്യണം. അവർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം ഹറാമാക്കിയ ഒരുപാട് കാര്യങ്ങൾ, കൊട്ടും പാട്ടും പടക്കവും ഇങ്ങനെ തുടങ്ങിയിട്ട് ഖബറുകൾക്ക് ദീപാലങ്കാരം നടത്തലും അടക്കം ഇസ്ലാം ഹറാമാക്കിയ ഒരുപാട് കാര്യങ്ങൾ തന്നെ, കൂട്ടത്തിൽ ഹലാലായ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എവിടെയെങ്കിലും ഹലാലുണ്ട്, കുറെ കച്ചവടക്കാർക്ക് കച്ചവടം കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്നും ഹറാമുകളെ ന്യായീകരിക്കാനുള്ള വസ്തുതയല്ല എന്ന് മനസ്സിലാക്കുക. ഹക്കായി മനസ്സിലാക്കി അതിനോട് കൂറു പുലർത്തുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീനിലെ ഓരോ ഇബാദത്തും അതിന്റെ കൃത്യമായ ശർത്തും ഫർളുമൊക്കെ പഠിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം ഉറപ്പുവരുത്തി നിർവഹിക്കാനുള്ള തൗഫീഖ് അവൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനുകളായ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പല കാരണങ്ങളാൽ മുസ്ലിങ്ങൾ ദ്രോഹിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ നാനാദിക്കുകളിലും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തുറവി നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചവർക്ക് അള്ളാഹു അർഹിക്കുന്ന മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وآخر دعوانا أن الحمد لله رب العالمين.